തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ CT സ്കാൻ റൂമിൽ പാമ്പിനെ കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നു. അണലി ഇനത്തിൽപ്പെട്ട പാമ്പാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീകുമാരനുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. മുമ്പ് ആ ദൃശ്യങ്ങളിലേക്കാണ്. ആ സ്കാൻ റൂമിൽ എത്തിയ അണലിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ശ്രീജിത്തെ, വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും പാമ്പിനെ കണ്ടെത്തി അതിനെ അവിടെ നിന്ന് മാറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതെ, കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ CT സ്കാൻ വിഭാഗത്തിലാണ് അവിടുത്തെ ജീവനക്കാരാണ് ഇത്തരത്തിൽ പാമ്പിനെ അവിടെ കണ്ടെത്തിയത്. പെട്ടെന്ന് തന്നെ ആളുകളെയൊക്കെ വിവരം അറിയിച്ചു. പക്ഷേ പാമ്പ് പിടുത്തക്കാരൊക്കെ മുളങ്കുന്നത്തുകാവിൽ എത്തണമെങ്കിൽ സമയമെടുക്കും. പക്ഷേ അവിടെ ഒരു പൊതുപ്രവർത്തകൻ മറ്റൊരു കാര്യത്തിൽ മറ്റൊരാളെ സ്കാൻ ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ റസാഖ് എന്ന് പറഞ്ഞ ചേലക്കര സ്വദേശി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പാമ്പിനെ അവിടുന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുള്ളത്. അതിനെ പുറത്തേക്ക് എടുത്ത് മാറ്റി ഈ പുറത്തേക്ക് എടുത്ത് മാറ്റുന്നതിനിടയിൽ അത് ചത്തുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതീവ സുരക്ഷ വേണ്ട ഒരു സ്ഥലത്താണ്, സ്കാനിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഗൗരവമുള്ള കാര്യമാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇതിനു മുൻപ് ഒരു PG വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റ വാർത്ത നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. സമാനമായ സാഹചര്യത്തിൽ ഇപ്പോഴും അവിടെ പാമ്പുകൾ ഉണ്ട് എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ശരി, ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.